കോഴിക്കോട്ടേക്ക് പോയാൽ കളൻതോട് MES കോളേജിലെ റാഗിങ്ങിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി പരിക്കേറ്റ മുഹമ്മദ് മിൻഹാജിന്റെ കുടുംബം രംഗത്ത്. പ്രതികളായ MSF പ്രവർത്തകർ രാഷ്ട്രീയമായി പോലീസിൽ സമ്മർദ്ദം ചെലുത്തുകയാണെന്നാണ് കുടുംബത്തിന്റെ പരാതി. കേസിൽ പ്രതികളുടെ അറസ്റ്റ് പോലീസ് മനഃപൂർവ്വം വൈകിപ്പിക്കുന്നുവെന്ന് പിതാവ് അഷ്റഫ് ജനം TVയോട് പറഞ്ഞു. ചുമത്തി റാഗിംഗ് ആക്ട് പ്രകാരം ഒക്കെ പരാതി കൊടുത്ത് ആ റാഗിംഗ് ആക്ട് ആയിട്ടും ഇതുവരെ ആ പ്രതികളൊന്നും പിടികൂടെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതിലെനിക്ക് പരാതിയുണ്ട്. ഇന്ന് ഞാൻ കോഴിക്കോട് കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഫോളോ അപ്പ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. പോലീസിന് എനിക്ക് സംശയമുണ്ട്, അവർക്ക് സഹായം ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം 10 ദിവസമായിട്ടും ഇതുവരെ ഈ പ്രതികളൊന്ന് അറസ്റ്റ് ചെയ്യുക ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് റെയ്സ് എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥി, ഞാൻ 4 വിദ്യാർത്ഥികൾ വരാം, അങ്ങനെ 5 അംഗ സംഘം MSFന്റെ പ്രവർത്തകരാണ്. 2 ദിവസം മുമ്പ് അവിടെ റാഗിങ് നടന്നു. പോലീസും വിദ്യാർത്ഥികളൊക്കെ ആയിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. അങ്ങനെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കോളേജിൽ. ഇങ്ങനെ പോയിക്കുകയാണെങ്കിൽ ഭാവി തലമുറ എങ്ങനെ അവിടെ പഠിക്കുക എന്നുള്ളതാണ്. അനഘ ചേരുന്നുണ്ട്. മറ്റൊരു പിതാവിന്റെ ചോദ്യം. എന്തുകൊണ്ട് സിദ്ധാർത്ഥന്റെ കാര്യത്തിലും അതുപോലെ കോളേജ് ഓഫ് നഴ്സിംഗിൽ SFI ആണ് പ്രതിസ്ഥാനത്തെങ്കിൽ ഇവിടെ MSF ആണ് പ്രതിസ്ഥാനത്തുള്ളത്. അപ്പോൾ ശരിക്കും വിദ്യാർത്ഥി സംഘടനകൾ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയല്ല, ദുർബലനെന്ന് തോന്നുന്നതോ അല്ലെങ്കിൽ കീഴെ പഠിക്കുന്നതോ ആയ കുട്ടികളെ മുറിവേൽപ്പിക്കുക, അതിലൂടെ ആസ്വദിക്കുക എന്നതുകൂടിയായി മാറുന്നു കേരളത്തിലെ കലാലയ സംസ്കാരം എന്ന്. അവിടെയാണ് ലഹരിയുടെ സ്വാധീനം ചർച്ചയാക്കേണ്ടത്, ചർച്ച ചെയ്യപ്പെടേണ്ടത്. അനഘ ചേരുന്നു. അനഘ, കേസന്വേഷണം അത് സുതാര്യമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു പരാതിയാണല്ലോ അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ പ്രതികളെ എല്ലാം അറസ്റ്റ് ചെയ്തോ, അവർ ഒളിവിലാണോ, എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്, പോലീസിൻ്റെ നിലപാട് എന്താണ് അനഘ? കൃഷ്ണരാജ്, അതായത് ഈ കഴിഞ്ഞ ഫെബ്രുവരി വെള്ളിയാഴ്ചയാണ് ഈ കോളേജിൽ MES കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ മിൻഹാജിന് കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് അതിക്രൂരമായ റാഗിങ്ങിന് വിധേയനാക്കുന്നത്. ഈ സംഭവത്തിൽ ഈ മിൻഹാജിന്റെ കണ്ണിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കൈയുടെ എല്ല് പൊട്ടുക എന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഈ റാഗിങ്ങിനിടയിൽ ഗുരുതരമായ പരിക്ക് മിൻഹാജിന് ഏറ്റിരുന്നു. തന്നെ ആരാണ് റാഗ് ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി മിൻഹാജ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കൃത്യമായി അവരെ ചൂണ്ടിക്കാണിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കൃത്യമായി ഈ സംഭവത്തിൽ കൃത്യമായി പോലീസ് കേസ് എടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നടപടിയിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കോളേജിലെ MSF പ്രവർത്തകരാണ് ഈ മിൻഹാജിനെ മർദ്ദിച്ചത്. പക്ഷേ മിൻഹാജിനെ മർദ്ദിപ്പിച്ച ഒരാളെ പോലും കസ്റ്റഡിയിലെടുക്കാനോ ചോദ്യം ചെയ്യാനോ മറ്റ് നിയമ നടപടിയിലേക്ക് കടക്കാനോ കുന്നമംഗലം പോലീസ് തയ്യാറായിട്ടില്ലെന്നാണ് മിൻഹാജിന്റെ പിതാവ് നമ്മളോട് കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. ഈ MSFലെ തന്നെ ഉന്നതർ ചേർന്ന് ഈ കുന്നമംഗലം പോലീസിൽ കൃത്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നൊരു ഗുരുതര ആരോപണം ഈ പിതാവ് ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം ദിവസം കഴിഞ്ഞിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലും കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് തയ്യാറാകാത്തത് എന്നാണ്. ഏറ്റവും ഒടുവിൽ ഈ പ്രതികളായിട്ടുള്ള 4 പേരും ഇപ്പോൾ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. അതിനുള്ളൊരു സാവകാശം പോലും പോലീസാണ് ഈ റാഗിംഗ് പരാതിയിൽ, അല്ലെങ്കിൽ ഇവർക്ക് ജാമ്യം കിട്ടാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കാനുള്ള നീക്കമാണ് കുന്നമംഗലം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നാണ് ഈ മിൻഹാജിന്റെ പിതാവടക്കം പറയുന്നത്. അത്തരത്തിൽ കൃത്യമായി മിൻഹാജിന് കണ്ണിനും കൈക്കുമൊക്കെ ഗുരുതരമായ പരിക്കേറ്റിരുന്നു. അതിക്രൂരമായി തന്നെയാണ് ഈ കോളേജിലെ സീനിയർ വിദ്യാർത്ഥികൾ മിൻഹാജിനെ മർദ്ദിച്ചത്. എന്നിട്ട് പോലും ഈ മർദ്ദിച്ചവർക്കെതിരെ കൃത്യമായൊരു നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല, കുന്നമംഗലം പോലീസ് തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് ഈ മിൻഹാജിന്റെ പിതാവ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നൊരു ചോദ്യം കൂടിയാണ് പിതാവ് ഉന്നയിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസവും ഈ കോളേജിൽ കൃത്യമായി തന്നെ ഈ കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്യുന്ന MSF പ്രവർത്തകർ പോലീസിനെ കൊണ്ട് കേസ് വൈകിപ്പിക്കാൻ രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്നു എന്നാണ് മിൻഹാജിന്റെ പിതാവ് ജനം TVയോട് പ്രതികരിച്ചത്. പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വം സ്വാഭാവികമായി ഇടപെടും. MSFന്, അതായത് മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയാണല്ലോ. അപ്പോൾ എവിടെയാണെങ്കിലും ഇപ്പോൾ CPM ആണ് നിയന്ത്രിക്കുന്നതെങ്കിലും ഇപ്പോൾ ഒരുപക്ഷെ നാളെ അധികാരത്തിൽ വരുമോ അങ്ങനെയൊക്കെ കരുതി ഈ പോലീസുകാർ നിർലോഭമായിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കുന്നുണ്ടാവും. സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള ഇടപെടൽ നടക്കുന്നു. പക്ഷേ
പ്രതികൾ ആരാണെങ്കിലും അല്ലേ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കണം. ആ ഉത്തരവാദിത്തം പോലീസ് നിർവഹിക്കണം. കുട്ടികൾ കോളേജിലേക്ക് എത്തുന്നത് പഠിക്കാനാണ്. അതെ, അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിക്കോളും. പക്ഷേ സഹജീവിയോട് പെരുമാറേണ്ട വിധം കൂടി നിങ്ങൾ തിരിച്ചറിയണം, അല്ലേ? കുട്ടികൾ കുട്ടികളായി തന്നെ വളരണം. വളർന്ന് അറിവ് നേടി ലക്ഷ്യത്തിലെത്തണം. ആ ലക്ഷ്യത്തിന് മധ്യേ കത്തി ചൂണ്ടി നിൽക്കുക, കോമ്പസ് കൊണ്ട് കുത്തുക, പിന്നെ എന്താണ് ലോഷൻ ഒഴിക്കുക മുറിവിൽ. കൃഷ്ണരാജ്, ഒരിക്കലും ബോധമുള്ള ഒരു വ്യക്തിക്ക് അല്ലേ സഹജീവിയോട് ഇത്തരത്തിൽ ക്രൂരത കാണിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ കോളേജ് ഓഫ് നഴ്സിംഗിൽ കണ്ടതല്ലേ, അവരെല്ലാം മദ്യം കഴിച്ചിട്ടുണ്ട്. അവരുടെ ഇടപെടലിൽ നിന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. മദ്യം മാത്രമല്ല, MDMA പോലുള്ള മയക്കുമരുന്നുകൾ അതും സ്വാധീനം ചെലുത്തുന്നുണ്ട്. അത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യുന്നതെന്ന് സ്വന്തം അച്ഛനെയും അമ്മയെയും വെട്ടിക്കൊല്ലുന്നവരുണ്ടല്ലേ, നമ്മൾ കണ്ടതാണ്. കൊച്ചിയിൽ ഒരു പെൺകുട്ടി പോലീസ് ജീപ്പിന്റെ ഗ്ലാസ് തല്ലി തകർക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ കൈവിട്ടു പോകുന്ന കലാലയ കാലം അത് പക്ഷെ നമുക്ക് തിരിച്ചു പിടിക്കണം. സന്തോഷം മാത്രം പുലരുന്ന, പഠിക്കാനും ആസ്വദിക്കാനും ജീവിതത്തിലേക്ക് നടന്നു പോകാനുള്ള ഒരു ഏരിയയായി കലാലയങ്ങളെ കാണാനും പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ കുട്ടികൾ മാറി വരണം. എല്ലാവരും അങ്ങനെയായിരുന്നു അല്ലേ, സർഗാത്മകമായിട്ടുള്ള ഒരു കലാലയ കാലം, കലകളുടെ ആലയം ആണല്ലോ കല. അതൊക്കെ അനുഭവിച്ചവരാണ് ഞങ്ങളെപ്പോലുള്ളവർ. ഒരു ഭാഗത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു, പക്ഷേ അതേസമയം ഒരു ഭാഗത്ത് സമ്പന്നമായ, ഞാൻ പറഞ്ഞല്ലോ, ഈ സർഗാത്മകത കൊണ്ട് സമ്പന്നമായ ക്യാമ്പസ് കാലം അതിപ്പോഴും നമ്മുടെ സ്മരണകളിൽ ഉണ്ട്. അത് ഓരോ മരച്ചോട്ടിലും അതെ വിരിയുന്നത് കല കൂടിയായിരുന്നു. തീർച്ചയായും. പക്ഷെ ഇന്നതൊക്കെ മാറി ഇടിമുറികളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുകയാണ്. കലാലയമായി അവസാനിപ്പിക്കണം. ലഹരി ഒഴിവാക്കാൻ, ഈ ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കാൻ സർക്കാർ തന്നെ മുൻകൈ എടുത്തു വരണം. അത് ആര് ഭരിച്ചാലും ആര് ചെയ്താലും തെറ്റാണ്, അതിൽ സംശയമില്ല.